ത്രിപുരസുന്ദരിയൈ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നാളെ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പം നമുക്ക് വിഷു എങ്ങനെയാണ് ഉണ്ടായത്, എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നൊക്കെ നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. മലയാളികളുടെ ജീവിതത്തിൽ വിഷുവിന് വളരെ പ്രത്യേക സ്ഥാനമുണ്ട്. ഇത് ഒരു ഉത്സവം മാത്രമല്ല, ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമാണ്. സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിനമായ വിഷു പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ഒരു പുതുവഴിയെ സൂചിപ്പിക്കുന്നു. വിഷുവിൻ്റെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ് വിഷുക്കണി. വിഷുദിനത്തിൻ്റെ പുലർച്ചെ ആദ്യം കാണുന്ന കാഴ്ചയാണ് വിഷുക്കണി. വിശ്വാസപ്രകാരം ഈ കാഴ്ച നമ്മുടെ മുഴുവൻ വർഷത്തിനെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ്. വിഷുക്കണി ഒരുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിൽ കൃഷ്ണവിഗ്രഹം, കണിക്കൊന്ന പൂക്കൾ, കണ്ണാടി, അരി, പഴങ്ങൾ, വിളക്ക്, സ്വർണം, വെള്ളി, നാണയങ്ങൾ എന്നിവ എല്ലാം ഉണ്ടാവും. ഇതെല്ലാം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇവയെ ഒരുമിച്ച് കാണുന്നത് ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമെന്ന വിശ്വാസം വളർത്തുന്നു. വിഷുക്കണിയിൽ കണിക്കൊന്ന പൂവിന് വളരെ പ്രാധാന്യമുണ്ട്. മഞ്ഞ നിറം സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. അതുപോലെ വിളക്ക് തെളിയിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രതീകമാണ്. കണ്ണാടി നമ്മെ സ്വയം കാണാൻ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മയും ചിന്തകളും ഉൾക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുമാത്രമല്ല, വിഷുക്കണി എന്ന ആചാരത്തിന് ഒരു പ്രത്യേക കഥയുണ്ട്. പഴയ കാലത്ത് ഒരു ഋഷി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും. അതിനാൽ വർഷത്തിൻ്റെ ആദ്യ ദിനമായ വിഷുദിനത്തിൽ നല്ല സമൃദ്ധിയുള്ള വസ്തുക്കൾ കാണണം എന്ന വിശ്വാസം രൂപപ്പെട്ട് അതാണ് വിഷുക്കണിയുടെ തുടക്കം. വിഷുദിനത്തിൽ മറ്റൊരു പ്രധാന ആചാരമാണ് വിഷു കൈനീട്ടം. മുതിർന്നവർ തന്നേക്കാൾ ചെറുപ്പമുള്ളവർക്ക് പണം അല്ലെങ്കിൽ സമ്മാനങ്ങൾ നൽകുന്ന രീതിയാണ് ഇത്. ഇത് സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ്. കുട്ടികൾക്ക് ഇത് ഏറെ സന്തോഷം നൽകുന്ന ഒരു ആചാരമാണ്. വിഷുദിനത്തിൽ തയ്യാറാക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് വിഷു സദ്യ. നിരവധി കറികൾ, പായസം, അച്ചാർ, പപ്പടം എന്നിവ ചേർന്ന സദ്യ ഒരു വലിയ ആഘോഷമാണ്. കുടുംബാംഗങ്ങൾ എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുടുംബ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. വിഷുവിൻ്റെ ആഘോഷം വീട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ക്ഷേത്രങ്ങളിലും വലിയ ആഘോഷങ്ങൾ നടക്കും. പ്രത്യേക പൂജകളും ഭജനകളും നടക്കും. ആളുകൾ ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹം തേടും. ഇത് ആത്മീയമായ ഒരു അനുഭവമാണ്. വിഷുവിൻ്റെ പിന്നിലെ പ്രധാന ആശയം പുതിയ തുടക്കം എന്നതാണ്. പഴയ ദുഃഖങ്ങളും തെറ്റുകളും മറന്ന് പുതിയ പ്രതീക്ഷകളോടെ ജീവിതം ആരംഭിക്കാൻ ഈ ദിവസം നമ്മെ പ്രേരിപ്പിക്കുന്നു. നന്മയും സ്നേഹവും നിറഞ്ഞ ജീവിതം നയിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്തും വിഷുവിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. നഗര ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ആളുകൾ വിഷുവിനെ ആഘോഷിക്കാൻ സമയം കണ്ടെത്തുന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കൂടുന്ന ഈ ദിവസം സന്തോഷവും ഐക്യവും നിറയുന്നു. വിഷു നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. സന്തോഷം സമ്പത്തിൽ മാത്രമല്ല, പങ്കിടലിലും സ്നേഹത്തിലുമാണ് എന്ന്. ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താനും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. പുരാണങ്ങളിൽ വിഷുവിനെക്കുറിച്ച് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഒരിക്കൽ ലോകം അന്ധകാരത്തിലായപ്പോൾ മഹാവിഷ്ണു ലോകത്തെ രക്ഷിക്കാൻ അവതരിച്ചു എന്ന് പറയുന്നു.
അതിനുശേഷം ലോകം വീണ്ടും പ്രകാശവും സമാധാനവും നേടി. ഈ പ്രകാശത്തിൻ്റെ വരവ് വിഷുവുമായി ബന്ധിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് വിഷുദിനത്തിൽ വിളക്ക് തെളിയിക്കുകയും പ്രകാശം പ്രധാനമാക്കുകയും ചെയ്യുന്നത്. മറ്റൊരു വിശ്വാസപ്രകാരം വിഷു കൃഷ്ണ ഭഗവാനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നരകാസുരനെ വധിച്ചത് ഈ ദിവസമാണെന്ന് പറയുന്നു. അതിനുശേഷം ലോകത്തിൽ സമാധാനവും സന്തോഷവും വന്ന ദിനമായും വിഷുവിനെ ചിലർ കണക്കാക്കുന്നു. ഇത് നല്ലതിൻ്റെ ദുഷ്ടതയ്ക്കുമേൽ വിജയം എന്ന ആശയം ശക്തമാക്കുന്നു. അവസാനമായി പറയുമ്പോൾ വിഷു ഒരു ഉത്സവം മാത്രമല്ല, അത് ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്, ഒരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്, ഒരു പുതുവഴിയുടെ തുടക്കമാണ്. അങ്ങനെ വിഷു നമ്മുടെ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് നല്ലൊരു വിഷു തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ.